എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം 2024 മുതൽ അടുത്ത ചിങ്ങം 2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ സമയം ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, അതായത് ചിങ്ങം 2024 മുതൽ അടുത്ത 2025 വരെയുള്ള ചിങ്ങം മാസത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Revelation, cultivation, blessings, inner knowing, insight, reflection. Revelation and reflection. റിവലേഷനിൽ തുടങ്ങിയ റിഫ്ലക്ഷനിൽ എൻഡ് ചെയ്യാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വരുന്ന ഒരു വർഷക്കാലം ആദ്യം തന്നെ റിവലേഷൻ എനർജിയാണ്. പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ചില സിറ്റുവേഷൻ നിങ്ങൾ മാനസികമായിട്ട് മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സമയമാണ് എങ്കിൽ ഇവിടെ പറയാനുള്ളത് മറ്റുള്ളവരെ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഒരു തെറ്റുകൊണ്ടല്ല, മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ്. ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന സിറ്റുവേഷനായിട്ട് മറ്റുള്ളവർ നിങ്ങളോട് മാറി നിൽക്കുന്നുണ്ട്. അവരുടെ അതേ സിറ്റുവേഷനിലായിരുന്നു നിങ്ങൾ, പക്ഷെ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി മികച്ചു നിൽക്കുന്നു, മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ മാറി നിൽക്കുന്നത് അവരുടെ ഉള്ളിലെ ഒരു അപകർഷത ബോധം കൊണ്ടിട്ട് അവന് നിങ്ങളോടൊത്ത് ചേരേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നിങ്ങൾ ഉയരത്തിലേക്ക് പോയി എന്നുള്ളൊരു ചിന്തയാകാം. ചില ആളുകളുടെ ഉള്ളിൽ അത് അസൂയയും കുശുമ്പും ആവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഇതിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇനി അവരുമായിട്ട് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അവരായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ അവരെ വീട്ടിലേക്ക് വിളിച്ച് അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക. പഴയതുപോലെ എങ്ങനെയാണോ അതുപോലെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മുടെ കൈകളിലല്ല. ചില കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ദൈവം സാക്ഷിയായിട്ട് കാണിച്ചു തരുന്നതാണ്. ഇത് നമ്മളുടെ മുമ്പിലേക്ക് റിവീൽ ചെയ്യാണ്, നമ്മുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ കാട്ടിത്തരുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതൊരു മാറ്റത്തിന്റെ ഒരു സൂചന കൂടിയിട്ടാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സങ്കടകരമായിട്ട് തോന്നിയേക്കാം, ചാലഞ്ചിങ് ആയിട്ട് തോന്നിയേക്കാം. ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ, ആളുകൾ ആരാണ്, സുഹൃത്തുക്കൾ ആരാണ്, ബന്ധുക്കൾ ആരാണ്, ഏതൊക്കെ സിറ്റുവേഷൻ എങ്ങനെയൊക്കെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന സമയമാണ്. ഈഗോ കുറച്ച് കൂടുതലുള്ള ഒരു സമയം കൂടിയിട്ടായിരിക്കും ഈ ഒരു സമയം. അപ്പോൾ ഈഗോയൊക്കെ അല്ലെങ്കിൽ കുറച്ച് താനെന്ന ഭാവം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, പുതിയ മാറ്റങ്ങളും ചിന്താഗതികളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പുതിയ ചിന്താഗതി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കൂടുതൽ പല പെർസ്പെക്റ്റീവ്സിൽ മാറ്റം വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ വളരെ സ്ട്രോങ്ങർ ആവുന്നുണ്ട്, കൂടുതൽ ജ്ഞാനം നേടുന്നുണ്ട്, കൂടുതൽ വിവേകം നേടുന്നുണ്ട്. അതേപോലെ വളരെയധികം മനധൈര്യം കൂടുതലുള്ള ഒരു സമയമാണ്. ഏത് ചലഞ്ചിനെയും അതിജീവിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പൊതുവെ കാര്യങ്ങൾ വളരെ മറ്റുള്ളവരോട് അപക്വമായിട്ട് പെരുമാറുന്ന ആളുകളൊക്കെ നിങ്ങളുടെ മുമ്പിലും അതുപോലെ തന്നെയാണ് എങ്കിൽ പൊതുവെ നിങ്ങളത് വിട്ടുകളയാറാണ് പതിവെങ്കിൽ അവർക്ക് നമ്മൾ പറയില്ലേ, കണ്ണാടി കാണിച്ചു കൊടുക്കുകയാണ്. അവരുടെ ശരിയായിട്ടുള്ള മുഖം എന്താണെന്ന് അവരുടെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കുന്ന ഇതിനുള്ളൊരു ധൈര്യം നിങ്ങൾ കാണിക്കുകയാണ്. കാരണം ഈ ഒരു രീതിയിൽ ആണ് നിങ്ങൾ അവരെങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെ അവരോടൊരു പെരുമാറുകയും, ഇതാണ് ശരിക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ കണ്ണാടി കാണിച്ചു തരുവാണ്, ഇത് തന്നെയാണ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നതും ഇങ്ങോട്ടേക്ക് കിട്ടുന്നു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പെരുമാറുന്ന ഒരു സമയമാണ് ഈ സമയം. അതേപോലെ തന്നെ അപ്പോൾ കൂടുതലായിട്ട് അത് ഓവറാക്കാതെ ശ്രമിക്കുക എന്നുള്ളത് മറ്റൊന്ന്. കൂടുതൽ അമിതമായിട്ടുള്ളൊരു അഹം എന്നുള്ളൊരു ഭാവത്തിലേക്ക് അത് പോവാതിരിക്കുക. കാരണം ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ നമ്മളതൊരു അഹം എന്നുള്ളൊരു ഭാവത്തിലേക്ക് പോയേക്കാം. പിന്നെ നെക്സ്റ്റ് കൾട്ടിവേഷൻ എനർജിയാണ്. നിങ്ങളുടെ പല കാര്യങ്ങളിലും നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പുതിയ പുതിയ കഴിവുകൾ, അതേപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ തന്നെയാണ് അത് മെച്ചപ്പെടുത്തിയെടുക്കുന്നതും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കുന്നുമുണ്ട്. ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടെയായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു 10-45 ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ ഒരു മിഡ് ലൈഫ് ക്രൈസിസ് എനർജിയാണ്. അപ്പോൾ പലപ്പോഴും ഇപ്പോഴാണ് നിങ്ങൾ ചിന്തിച്ച് ഇതുവരെ കരിയർ, ഫിനാൻസ്, കുടുംബം, വീട് ഇതിന്റെയൊക്കെ പുറകെ ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്ന കുറച്ചുകൂടി വലുപ്പത്തിൽ ബിഗർ പിക്ചറിലേക്ക് നോക്കുന്ന ഈ ലോകം എന്താണ്, ഈ അനന്തമായിട്ടുള്ള ലോകത്തെക്കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രതയുടെ അപ്പുറത്തേക്ക്
ജീവിതത്തിന്റെ സുരക്ഷിതത്വം എന്താണ്, ജീവിതം എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങാണ്. ലോകത്ത് സംഭവിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പല പല കാര്യങ്ങളിലേക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ സംസ്കൃതം ഭാഷകൾ പഠിക്കുന്നുണ്ട്. ചില ആളുകൾ സംസ്കൃതം തന്നെ എടുത്ത് പറയാം. കൂടുതൽ നമ്മുടെ കൾച്ചറിനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങൾ, അതേപോലെ തന്നെ വേദങ്ങളും ഉപനിഷത്തുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതും സംസ്കൃതം അതുപോലുള്ള കാര്യങ്ങൾ ചില ആളുകൾ പഠിക്കുന്നുണ്ട്. മറ്റു ചിലർ ഭാഷ പഠിക്കുന്നു എന്നുള്ള രീതിയിലാവാം. ഹീബ്രു അല്ലെങ്കിൽ ചില ഭാഷകൾ, വളരെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പല ഭാഷകളും പഠിക്കുന്ന ഒരു സാഹചര്യമാവാം. മറ്റു ചിലർ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് മ്യൂസിക്കിലും സ്പോർട്സിലും ആർട്സിലും ഒക്കെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ശാസ്ത്രീയമായിട്ട് പഠിച്ച് കോമ്പറ്റീഷനിലൊക്കെ വിജയം നേടാനുള്ള അവസരവും കാണിക്കുന്നുണ്ട്. അത് കുട്ടികൾ മാത്രമല്ല കേട്ടോ, പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു പ്രായത്തിലും അത് പഠിച്ച് ചില ആളുകൾ, എല്ലാവരിലും അല്ലെങ്കിലും ചുരുക്കം ചില ആളുകൾ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സംഗീതമോ സ്പോർട്സോ സംഗീതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും എന്തെങ്കിലും ഒരു ഹോബി പഠിച്ചിട്ട് അതൊരു പാഷനാക്കി മാറ്റി പിന്നെ അതൊരു ബിസിനസ് ലെവലിൽ നിങ്ങൾ പിന്നീട് അത് പഠിപ്പിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിപ്പിക്കാനും ഒക്കെ അതൊരു വരുമാന മാർഗമാക്കി പോകാൻ ചാൻസ് ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ടൊരു ബ്ലെസ്സിങ് ആണ്. ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയാം. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അയൽവാസികളോ ചില ബന്ധുക്കളോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഇപ്പോൾ. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ്. അപ്പോൾ പൊതുവിൽ കഴിഞ്ഞ് അയൽവാസികളുമായിട്ട് നല്ല സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധവും ഈ പറയുന്ന ബന്ധുക്കളൊക്കെ ആയിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ഒരേ സമയം തന്നെ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഈ ഒരു തെറ്റിദ്ധാരണയ്ക്ക് പിന്നിൽ ആരായിരുന്നു എന്നും എന്തുകൊണ്ടായിരുന്നു എന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും അത് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു, നല്ല സൗഹൃദങ്ങളൊക്കെ സ്ഥാപിക്കാൻ പറ്റുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നു. കൂടുതൽ ആളുകളെ സംബന്ധിച്ച് ഇന്നർ നോയിങ്ങിന്റെ സമയമാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, അപ്പോൾ നല്ലൊരു പൊസിഷൻ ആയിരിക്കാം, നിങ്ങൾ ഹയർ പൊസിഷനിൽ. ഇവൺ ഇപ്പോൾ നിങ്ങൾ IAS സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള തലത്തിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ വലിയൊരു പൊസിഷനിൽ വലിയൊരു ജോലിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ കൂടുതൽ നിങ്ങളെ കുറിച്ച് അറിയാൻ നിങ്ങൾ യാത്രകൾ പോകുന്നുണ്ട്. വിനോദസഞ്ചാരത്തിനേക്കാൾ ഉപരി നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും കൾച്ചറൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രയാവാനാണ് സാധ്യത. നിങ്ങളെ കണ്ടെത്താനുള്ള യാത്ര എന്ന് തന്നെ പറയാം. ചില ആളുകൾ റിട്ടയർമെന്റ് ഫേസിലായിട്ടില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് നിങ്ങൾ വേറെ ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളെ കുറിച്ചിട്ട് പഠിക്കാനും പിന്നെ അത് പഠിപ്പിക്കാനും ഒക്കെ പോകുന്നുണ്ട്. അത് പിന്നീട് ഒരു പക്ഷെ നിങ്ങൾക്ക് അതൊരു അതായത് ഉപജീവന മാർഗമായിട്ട് മാറുന്നത്, ഒരു ബിസിനസ് പോലെ നിങ്ങൾ അതിൽ കൂടുതൽ ആളുകളെ അത് മനസ്സിലാക്കിക്കാനും അതിൽ നിന്നൊരു ചെറിയ രീതിയിൽ വരുമാനം നേടാനും പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇൻസൈറ്റ് ആണ് ഇത്. നെക്സ്റ്റ് വന്നിട്ട് പറയുകയാണെങ്കിൽ ദീർഘവീക്ഷണം വളരെ കൂടുതലുള്ള സമയമാണ്. ജോലി സംബന്ധമായിട്ട് ഇവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നേരത്തെ കാലേക്കൂട്ടി എല്ലാം കാണാൻ കഴിയുന്ന നിങ്ങൾക്ക് കാഴ്ചപ്പാട്, നിങ്ങൾ ഓരോ ടൈനി ഡീറ്റെയിൽസ് മനസ്സിലാക്കി ചെയ്യുന്നത് കൊണ്ട് ജോലിയിൽ വളരെയധികം ശ്രദ്ധിച്ചായിരിക്കും ചെയ്യുന്നത്. എല്ലാ ജോലിയും കൃത്യമായിട്ട് ചെയ്യുന്നു. നിങ്ങളുടെ മേലധികാരികൾ ഇതൊക്കെ മനസ്സിലാക്കുന്നു. പ്രൊമോഷൻ, ശമ്പള വർധനവ് ഇത്യാദി കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മുന്നേറുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ പല കാര്യങ്ങളെ കുറിച്ചിട്ടും പറയുകയാണെങ്കിൽ എന്തിലാണ് എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. ലൈഫില് എവിടെ എന്ത് എങ്ങനെ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാനും മനസ്സിലാക്കാനും മുന്നോട്ടേക്ക് പോകാനും പറ്റുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ പല കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ചിന്താഗതിയിൽ വളരെ മാറ്റം വരുന്ന ഒരു സമയം എന്ന് പറയാം. കരിയർ വൈസും ഫിനാൻസ് വൈസും മാറ്റമുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ധനസഹായമുണ്ട്. ഇപ്പൊ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും സമ്പത്ത്, പാരന്റ്സിന്റെ സൈഡിൽ നിന്നൊക്കെ സമ്പത്തൊക്കെ വരുന്നു. നിങ്ങൾ വീട് പണി നടത്തുന്നുണ്ടെങ്കിൽ പാരന്റ്സിന്റെ സഹായം, മറ്റാരുടെങ്കിലും സുഹൃത്തുക്കളുടെ സഹായമൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വസ്തുവകകൾ, മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് ആക്കുന്നത്, അതുപോലെ നിങ്ങളത്
എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പലയിടത്തുനിന്നും സഹായം വരുന്നുണ്ട്. പ്രത്യേകിച്ച് വീട് പണിയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇപ്പോൾ തൽക്കാലം അത്യാവശ്യമുള്ള ആളുകളെ സംബന്ധിച്ച്. അപ്പോൾ വസ്തുവകളൊക്കെ നിങ്ങളുടെ പേരിലേക്ക് കിട്ടുന്നതും ഒക്കെ കാര്യങ്ങളുള്ളത് കൊണ്ട് പ്രോപ്പർട്ടി സെയിലും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ സമയമാണ്. അതിന് പറ്റിയ ഒരു സമയം എന്ന് തന്നെ പറയാം. സെയിൽസ് നടക്കുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ വീട് വിൽപ്പന ആഗ്രഹിക്കുന്നവർക്ക് വീട് വിൽക്കാനുള്ള സമയം, മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാനുള്ള അവസരവും ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വർഷക്കാലം കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.